students, let's start our class with a silent prayer. Okay, how are you all? Okay, all are happy. Have you done the homework questions? Okay, very good. So in this class also, we are going to discuss some more problems based on the multiplication of new numbers. Let's discuss the first question. Let's do the first question. Find the sum of square root of 45 plus square root of 180 plus square root of 80. നമ്മളോട് ഇവിടെ ഈ മൂന്നെണ്ണത്തിന് സമ്മാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇങ്ങനെ ചെയ്യാൻ അറിയത്തില്ലല്ലോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇങ്ങനെയുള്ള കേസിലാണ് നമ്മളൊരു ഐഡന്റിറ്റി പഠിച്ചായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഐഡന്റിറ്റി അല്ല ഒരു ജനറലൈസേഷൻ പഠിച്ചായിരുന്നു. സ്ക്വയർ റൂട്ട് ഓഫ് എച്ച്. പറഞ്ഞേ. സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് വൈ എന്ന് പറഞ്ഞൊരു ജനറലൈസേഷൻ പഠിച്ചായിരുന്നു. ആ ജനറലൈസേഷൻ അപ്ലൈ ചെയ്യേണ്ടത് ഇതുപോലത്തെയുള്ള കണക്കില്ല. അതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞേ. ആദ്യം നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 45 എടുക്കാം. ഇനി നിങ്ങൾ എന്തായാലും ഇതിപ്പം സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞ ഫോമില. ഇത് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യും അല്ലേ? സ്ക്വയർ റൂട്ട് ഓഫ് രണ്ട് നമ്പേഴ്സിന് പ്രൊഡക്റ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ആ നമ്പേഴ്സ് ഏതൊക്കെയാണ് എങ്ങനെ ചൂസ് ചെയ്യുന്നത്? കറക്റ്റ്. ഒരെണ്ണം ഒരു പെർഫെക്റ്റ് സ്ക്വയറും മറ്റേത് സാധാ നമ്പറും എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പം നമുക്ക് കുറച്ചും കൂടി സിംപ്ലിഫൈഡ് വേർഷൻ കിട്ടും. 45 ഏതൊക്കെ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആണെന്ന് ആലോചിച്ച് നോക്കിയേ. 1 into 45 ഓക്കെ ആണ്. പിന്നെ എത്തി 5 into 9 അല്ലേ? അപ്പം നോക്കിയേ, അതിന് നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 9 into 5 എന്ന് എഴുതാമല്ലോ. ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? കറക്റ്റ്. സ്ക്വയർ റൂട്ട് ഓഫ് 9 into സ്ക്വയർ റൂട്ട് ഓഫ് 5 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഇനി സ്ക്വയർ റൂട്ട് ഓഫ് 9 എത്രയാ? 3. അപ്പൊ 3 root 5 എന്ന് ഇതിനെനിക്ക് സ്പ്ലിറ്റ് ചെയ്തുകൂടെ? സ്പ്ലിറ്റ് ചെയ്യാം ബൈ യൂസിങ് ദ ഐഡന്റിറ്റി സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് വൈ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് വൈ. ഇനി അപ്പം അത് നമുക്ക് മാക്സിമം സിംപ്ലിഫൈഡ് വേർഷൻ കിട്ടി. അടുത്ത് തന്നെ ചെയ്തേ. സ്ക്വയർ റൂട്ട് ഓഫ് 180 എങ്ങനെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യും? ഇത്തിരി ഇരുന്ന് ആലോചിക്കേണ്ടി വരും, കുറച്ചൊക്കെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടി വരും. ആലോചിച്ച് നോക്കിയേ. എല്ലാ പോസിബിലിറ്റീസും നോക്കണം. 1 into 180, അടുത്ത് 2 into 90, അങ്ങനെ എല്ലാം ഒന്ന് നോക്കിയേ. കറക്റ്റ്. നമുക്ക് 36 into 5 എന്ന് എഴുതാം അല്ലേ? അതിൽ 36 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ? സോ സ്ക്വയർ റൂട്ട് ഓഫ് 36 into 5. ആൻഡ് ഹൗ വിൽ യു സ്പ്ലിറ്റ് ദിസ്? യെസ്, സ്ക്വയർ റൂട്ട് ഓഫ് 36 into സ്ക്വയർ റൂട്ട് ഓഫ് 5. ഇനി സ്ക്വയർ റൂട്ട് ഓഫ് 36 is 6. So we get this as 6 root 5. And the third one, square root of 80. Yes, square root of 16 into 5 ആണ്. That is square root of 16 into square root of 5. That is 4 root 5. Okay. ഇപ്പൊ നോക്കിയേ, നമുക്ക് മൂന്നും ഏറ്റവും സിംപ്ലിഫൈഡ് വേർഷൻ അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ സിംപ്ലിഫൈഡ് ആക്കി വെച്ചു. ആ മൂന്നെണ്ണത്തിന്റെ പ്രത്യേകത കണ്ടോ? 3 root 5, 6 root 5, 4 root 5. And on adding, what we get? 3 root 5 plus 6 root 5 plus 4 root 5. ഇവിടെ നിങ്ങൾക്ക് വേണേ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാം. 3 plus 6 plus 4 എന്നിട്ട് ആ കിട്ടുന്ന ആൻസറിന് കൂടെ റൂട്ട് 5 ഇട്ടാൽ മതി. അത് സംശയമുള്ളവർ എങ്ങനെ ചെയ്യണം? റൂട്ട് 5 അങ്ങ് കോമൺ എടുക്കുക. മിച്ചം ആരൊക്കെയുണ്ട്? 3 ഉണ്ട്, 6 ഉണ്ട്, 4 ഉണ്ട്. 6 plus 4 10, 10 plus 3 13. ഇപ്പൊ എന്താ കിട്ടുന്നത്? 13 root 5 എന്ന് കിട്ടത്തില്ലേ? ഇപ്പൊ എന്തായിരിക്കും നിങ്ങളുടെ ആൻസർ? root 5 times 3 plus 6 plus 4, that is root 5 into 13. കുറച്ചുകൂടെ വൃത്തിക്ക് എഴുതിയ 13 root 5. ഇതാണ് ആൻസർ. നേരെ അങ്ങനെ ആഡ് ചെയ്യാം. കാരണം എല്ലായിടത്തും സ്ക്വയർ റൂട്ട് 5 സ്ക്വയർ റൂട്ട് 5 സ്ക്വയർ റൂട്ട് 5 ആണ്. പക്ഷെ സംശയമുള്ളവർക്ക് ഈ മെത്തേഡിൽ തന്നെ പോകാം. ഇങ്ങനെ എഴുതി സ്റ്റെപ്പ് എഴുതി തന്നെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. Let's do the next problem. Calculate the perimeter and area of the triangle in the picture. You can see a picture in which a triangle is given with one side 4 cm and two base angles 60 degree and 75 degree. What we need to find? We need to find the perimeter and area of this triangle. ഇനി ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണം? 3 സൈഡ്സ് വേണം. ഏരിയ വേണമെങ്കിൽ
ഫോർമുല എന്തായിരുന്നു? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന. അപ്പം ബേസും വേണം ഹൈറ്റും വേണം. ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പെർപെൻഡിക്കുലർ ഹൈറ്റ്. അപ്പോൾ ആ പെർപെൻഡിക്കുലർ ഹൈറ്റ് നമുക്ക് വേണം. അപ്പം ഇത്രയും കാര്യങ്ങളെല്ലാം നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടി നമുക്കൊരു ചെറിയ കൺസ്ട്രക്ഷൻ ആവശ്യമുണ്ട്. ആ കൺസ്ട്രക്ഷൻ ആണ് ആദ്യം പറയാൻ പോകുന്നത്. So we are considering this triangle with a name ABC, and then we are drawing a perpendicular from from C to AB, and we call this as CD. എന്തിനാ പെർപെൻഡിക്കുലർ വരയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ബാക്കിയുള്ള സൈഡ്സ് കണ്ടുപിടിക്കണം, അതേപോലെ ഹൈറ്റ് വേണം. അതിനൊക്കെ വേണ്ടി നമ്മളിങ്ങനെ ഒരു ചെറിയ കൺസ്ട്രക്ഷൻ നടത്തുന്നത്. സോ വി ആർ ഡ്രോയിങ് എ പെർപെൻഡിക്കുലർ from C to AB and name this as D. As you can see, as this is a perpendicular line, the angle will be 90 degree at D. Okay. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി? രണ്ട് ട്രയാങ്കിൾസ് കിട്ടി ആണല്ലോ. എന്ത് തരത്തിലുള്ള ട്രയാങ്കിൾസ് ആയത്? റൈറ്റ് ട്രയാങ്കിൾസ് ആണ്. സോ we got two right triangles. The names are BDC and CDA. As you can see. ആദ്യം നമ്മൾ BDC അനലൈസ് ചെയ്യുക. ഇനി നോക്കിയേ, നമുക്കിത് ഉപയോഗിച്ച് നമുക്ക് സൈഡ്സ് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. ഇതിൽ തന്നെ ഇപ്പം 60 ഡിഗ്രിക്ക് താഴെ കിടക്കുന്ന സൈഡ് 4 സെന്റിമീറ്റർ നമുക്കറിയാം അല്ലേ? നമുക്ക് ഈ സൈഡ് വേണം, ഈ രണ്ട് സൈഡും വേണം, പിന്നെ ഈ ഹൈറ്റും വേണം. നല്ല ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പം അതിനുവേണ്ടി ആണ് നമ്മൾ ഇനി അടുത്ത ചെയ്യാൻ പോകുന്നത്. നന്നായിട്ട് ഈ ട്രയാങ്കിൾ BDC ഒന്ന് അനലൈസ് ചെയ്തേ. അതിനകത്തെ ഓരോ ആംഗിൾസും എത്രയാന്ന് പറഞ്ഞേ? ആംഗിൾ ഡി എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി. അത് നമ്മൾ വരച്ച പെർപെൻഡിക്കുലർ ലൈൻ വരച്ചത് കൊണ്ട് 90 ഡിഗ്രി ആണ്. ആംഗിൾ ബി എന്ന് പറയുന്നത് 60 ഡിഗ്രി. അത് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ടായിരുന്നു. വാട്ട് അബൌട്ട് ദ തേർഡ് വൺ? തേർഡ് വൺ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ ആംഗിൾ എത്രയാ? ഈ ആംഗിളിനെ നമ്മളിപ്പം സി എന്ന് വിളിക്കുകയാണ്. സോ ഡു യു നോ ദ ആംഗിൾ സി? നോ. പക്ഷെ നമ്മൾ എടുത്തത് എന്ത് സാധനം? ഇത് ട്രയാങ്കിൾ ആണല്ലേ. ട്രയാങ്കിൾ ആകുമ്പോൾ നമുക്ക് മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ഉപയോഗിക്കാം? കറക്റ്റ്, ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് ട്രയാങ്കിൾ. അതെന്താ പറയുന്നത്? ഒരു ട്രയാങ്കിളിലെ 3 ആംഗിൾസ് കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം. അതാണല്ലോ പറയുന്നത്. സോ ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ BCD. കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ആംഗിൾ BCD എന്ന് കൊടുത്തിരിക്കുന്നത്. അത് എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. സോ ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തേ അറിയാമെന്ന് നോക്കേ. ആംഗിൾ ഡി 90 ആണെന്നറിയാം, ആംഗിൾ ബി 60 ആണെന്നറിയാം. 90 പ്ലസ് 60 പ്ലസ് ആംഗിൾ BCD ആണ് 180 ഡിഗ്രി. സോ 90 പ്ലസ് 60 എന്ന് പറയുമ്പോൾ 150 പ്ലസ് ആംഗിൾ BCD ആണ് 180 ഡിഗ്രി. സോ ആംഗിൾ BCD വിൽ ബി കറക്റ്റ് 180 മൈനസ് 150 ഡിഗ്രി, ദാറ്റ് ഈസ് 30 ഡിഗ്രി. അപ്പം നോക്കിക്കേ, നമുക്ക് ആംഗിൾ BCD എന്ന് പറയുന്നത് എത്ര കിട്ടി? 30 ഡിഗ്രി എന്ന് കിട്ടി. ഇനി ഈ 3 ആംഗിൾസ് ഒന്ന് അനലൈസ് ചെയ്തേ. ട്രയാങ്കിൾ BDCയിലെ 3 ആംഗിൾസ് എന്ന് പറയുന്നത് കറക്റ്റാ 30 ഡിഗ്രി, 60 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി ആണല്ലോ. അപ്പൊ നമ്മൾ പഠിച്ചായിരുന്നു. എന്തറിയാം നമുക്ക്? ഒരു ട്രയാങ്കിളിലെ 3 ആംഗിൾസ് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആണെങ്കിൽ അവരുടെ സൈഡ്സിന്റെ റേഷ്യോ എന്തായിരിക്കും? 1:√3:2 എന്ന റേഷ്യോയിലാണ് നമ്മൾ പഠിച്ചായിരുന്നു ആണല്ലോ. അതെ. ഇനി ഇതിന്റെ മീനിങ് എന്താ? 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് 1 ആണ്, അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ ആണെങ്കിൽ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് √3 സെന്റിമീറ്റർ ആയിരിക്കും. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് 2 സെന്റിമീറ്റർ ആയിരിക്കും. അങ്ങനെയാണ് അതിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി പറഞ്ഞേ, എന്തൊക്കെ അറിയാം സൈഡ്സിനെ പറ്റി? നിങ്ങൾക്ക് എന്തറിയാം? BC എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണെന്ന് അവർ തന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ പ്രത്യേകത എന്താ? ഈ 4 സെന്റിമീറ്റർ ഏത് ആംഗിളിന് ഓപ്പോസിറ്റാ കിടക്കുന്നത്? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റല്ലേ കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് ബാക്കി വരുന്നതെന്ന്. 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ഇങ്ങനെയാണല്ലോ പോകുന്നത്. 1:√3:2 ഈ റേഷ്യോയിലാണല്ലോ പോകേണ്ടത്. ഇപ്പൊ നമുക്ക് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 4 എന്ന് കിട്ടിയിട്ടുണ്ട്. ഈ 2 എങ്ങനെ 4 ആയത്? 2 ടൈംസ് അല്ലേ, അതായത് ഇൻറ്റു 2. അപ്പൊ ഈ ബാക്കി സൈഡ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? സെയിം മൾട്ടിപ്ലിക്കേഷൻ നടത്തിയാൽ മതി അല്ലേ.
2 4 ആകാൻ 2 ടൈംസ് ആണെങ്കിൽ ബാക്കിയുള്ള സൈഡ്സ് എന്തായിരിക്കും 2 ടൈംസ് ഓഫ് ദ റിമൈനിങ് റേഷ്യോ ആയിരിക്കും. അപ്പൊ 2 into 1 എന്ന് പറയുന്നത് 2 ആണ്. 2 into √3 എന്ന് പറയുന്നത് 2 √3 ആണ്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ ബി ഡിയുടെ പൊസിഷൻ നോക്കിയേ, ഏത് ആംഗിളിന് ഓപ്പോസിറ്റാ? 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റാ. അപ്പം എന്ന് പറയുമ്പോൾ 2 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ 2 സെന്റിമീറ്റർ. അതിന്റെ റീസൺ ഓപ്പോസിറ്റ് ടു 30 ഡിഗ്രി ആണ്. വാട്ട് അബൌട്ട് സി ഡി ഓർ ഡി സി? നോക്കിയേ, ഏത് ആംഗിളിന് ഓപ്പോസിറ്റാ? 60 ഡിഗ്രിക്ക്. അപ്പൊ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് എത്രയാ വരേണ്ടതെന്ന്. എത്രയാ? 2 √3 സെന്റിമീറ്റർ. റീസൺ ഓപ്പോസിറ്റ് ടു 60 ഡിഗ്രി ആണ് അല്ലേ? So we got BD as 2 centimeter and CD as 2 √3 centimeter. ഇപ്പൊ നമുക്ക് കിട്ടിയ ട്രയാങ്കിളിലേക്ക് നോക്കിയേ, നമുക്കൊരു ഹൈറ്റ് കിട്ടിയിട്ടുണ്ട്. എ ബി എന്ന് പറഞ്ഞൊരു സൈഡിന്റെ ഹാഫ് കിട്ടിയിട്ടുണ്ട്. ഇനി എ സി എന്നുള്ള സൈഡ് കിട്ടണം, എ ഡി കിട്ടണം. അതുകൂടെ കിട്ടിയാൽ നമുക്ക് പെരിമീറ്റർ ഏരിയ കണ്ടുപിടിക്കാനുള്ളതായല്ലേ. ഇനി അടുത്ത അപ്പൊ ഏത് ട്രയാങ്കിൾ നിങ്ങൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്? കറക്റ്റ്, ട്രയാങ്കിൾ ഡി സി എ കൺസിഡർ ചെയ്യാം. അത് എന്ത് തരത്തിലുള്ള ട്രയാങ്കിളാ? കറക്റ്റാ, അതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അതിനകത്ത് എന്തൊക്കെ അറിയാം? ആംഗിൾ ഡി എന്ന് പറയുന്നത് 90 ഡിഗ്രി എന്നറിയാം. ഗുഡ്. ആംഗിൾ ഡി സി എ നോക്കി പറഞ്ഞേ, ഡി സി എ എത്രയാണെന്നറിയാവോ? ഇല്ല. ആംഗിൾ എ എത്രയാണെന്നറിയാവോ? ഇല്ല. പക്ഷെ നിങ്ങൾ ശരിക്കും നമുക്ക് ആ ചോദ്യത്തിൽ തന്നിരുന്ന ഫിഗറിലേക്ക് ഒന്ന് നോക്കിയേ. ആംഗിൾ സി എന്ന് പറയുന്ന സ്ഥലത്ത് ആംഗിൾ 75 ഡിഗ്രി ഞാൻ തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നതുകൊണ്ട് ആ ആംഗിൾ എന്തായാലും മാറും ആണല്ലോ. ഇനി ആംഗിൾ ബി സി ഡി, ആംഗിൾ ഡി സി എ നല്ലോണം ഫിഗറിൽ നോക്കുക. ബി സി ഡി കാണുന്നുണ്ടല്ലോ, ബി സി ഡി ആ 30 ഡിഗ്രി എഴുതിയിരിക്കുന്നത്. ആംഗിൾ ഡി സി എ ഈ ആംഗിൾ, ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണല്ലോ നമുക്ക് എത്ര കിട്ടേണ്ടത്? 75 ഡിഗ്രി കിട്ടേണ്ടത്. അതിലിപ്പം നമുക്ക് എന്തറിയാം? ബി സി ഡി അറിയാം. സോ ബി സി ഡി ഈസ് 30 ഡിഗ്രി. ആൻഡ് സോ ആംഗിൾ ഡി സി എ എങ്ങനെ കണ്ടുപിടിക്കും? 75 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി ഓർ ആംഗിൾ ബി സി ഡി ദാറ്റ് ഈസ് 75 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി ദാറ്റ് ഈസ് 45 ഡിഗ്രി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇപ്പം ആംഗിൾ ഡി സി എ എന്ന് പറഞ്ഞ 45 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ ഇപ്പം ട്രയാങ്കിൾ എ ഡി സിയിലേക്ക് ഒന്നുകൂടെ നോക്കിയേ. ഒരാംഗിൾ 90 ഡിഗ്രി, ഒരാംഗിൾ 45 ഡിഗ്രി. ഇനി ആംഗിൾ എയും കൂടെ അല്ലേ മിച്ചമുള്ളൂ. അതെങ്ങനെ കണ്ടുപിടിക്കാം? ബൈ ആംഗിൾ സം പ്രോപ്പർട്ടി. ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ഡി സി എ ഈസ് 180 ഡിഗ്രി. അറിയാവുന്നല്ല സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തേ. ആംഗിൾ എ വി ഡോണ്ട് നോ, angle D is 90 degree, angle DCA is 45. So angle A plus 90 plus 45 is 180. That is 90 plus 45 എന്ന് പറയുമ്പോൾ correct 135 degree plus angle A ആണ് 180 degree. So angle A will be 180 degree minus 135. Subtract and tell me the answer. Yes, 45 degree. So we got angle A as 45 degree. Now, looking at this triangle DCA, we have the angles 45 degree, 45 degree and 90 degree, isn't it? ഇനി നമ്മൾ ഇതിനെ വെച്ച് റിസൾട്ട് പഠിച്ചായിരുന്നു. ഒരു ട്രയാങ്കിളിലെ ആംഗിൾസ് 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് എന്തറിയാം? റേഷ്യോ അല്ലാതൊരു കാര്യം കൂടെ പഠിച്ചിട്ടുണ്ട്. രണ്ട് ആംഗിൾസ് 45 ഡിഗ്രി അല്ലേ? അപ്പൊ രണ്ട് ആംഗിൾസ് സെയിം അല്ലേ? അപ്പം അതിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സിൻസ് ടു ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ DCA ആർ ഈക്വൽ, സൈഡ്സ് ഓപ്പോസിറ്റ് ടു ദീസ് ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. അങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലോ? ഉണ്ട്. ഇനി ഇവിടെ ഒരു 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് നമ്മുടെ ഈ 2 √3. അപ്പൊ ഈ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ഏതാ? ഈ AD അല്ലേ? അത് എത്രയായിരിക്കും? കറക്റ്റ്, അതും എത്ര തന്നെയാ? 45 ഡിഗ്രി അല്ലേ? അതായത് CD 2 √3 ആണ്. കാരണം അത് 45 ഡിഗ്രിക്ക് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചായിരുന്നു. അത് 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റാ. അപ്പം അടുത്ത 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന ADയും എത്ര തന്നെയായിരിക്കും?
2√3 സെന്റിമീറ്റർ ആയിരിക്കും. കറക്റ്റ്. ഇനി നമുക്ക് ഏത് സൈഡും കൂടെ വേണ്ടേ? എ സിയും കൂടെ വേണം. ഇനി നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ടും കൂടെ അറിയാം. ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾസ് 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ സൈഡ്സിന്റെ റേഷ്യോ എന്തായിരിക്കും? കറക്റ്റ്, 1:1:√2 ആയിരിക്കും. അതായത് സൈഡ്സ് എന്ന് പറഞ്ഞേ, CD:AD:AC അല്ലേ? 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന CD, അടുത്ത 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന AD, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന AC. അതേ കൃത്യം സൈഡ് കൃത്യമായിട്ട് എഴുതണം കേട്ടോ. അത് എന്ത് റേഷ്യോയിലായിരിക്കും? 1:1:√2. ഇനി ഇവിടെ നോക്കിക്കേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി 1:1:√2. ഓൾറെഡി ഇവിടെ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 2√3 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇതും 2√3 എന്നറിയാം. ഈ 1 എങ്ങനെയാ 2√3 ആയത്? 2 × √3 ചെയ്തു അല്ലേ? അപ്പം ഈ മൂന്നാമത്തെ സൈഡ് എങ്ങനെ കിട്ടും? കറക്റ്റ് ആണേ, √3 × 2√3 ചെയ്യണം. 2ന് മാറ്റമില്ല. √2 × √3 എത്രയാ? √6. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു അല്ലേ? ഇങ്ങനെ പോകാം, നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിൽ പോകാം. അല്ലെങ്കിൽ 2√3 ആണ്. 2√3 × 1:1:√2. So AC will be 2√3 × √2, that is 2 times √3 × 2, that is 2√6, and that is equivalent to 2√6. ഒരുമിച്ച് എഴുതിയാൽ. അപ്പൊ നോക്കിയാൽ നമുക്കിപ്പം AC എന്ന് പറയുന്നത് 2√6 സെന്റിമീറ്റർ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നോക്കിയാൽ ട്രയാങ്കിൾ ADCയിലെ 3 സൈഡ്സും കിട്ടിയല്ലോ. നമ്മൾ തുടങ്ങിയത് എവിടെ നിന്നായിരുന്നു? ABC എന്ന് പറയുന്ന വലിയ ട്രയാങ്കിളിൽ നിന്നായിരുന്നു. നമ്മുടെ ഉദ്ദേശം എന്തൊക്കെയായിരുന്നു? നമുക്ക് 3 സൈഡ്സും വേണം, ഹൈറ്റും വേണം. എല്ലാം കിട്ടിയോ? ഇപ്പം നോക്കാം. ട്രയാങ്കിൾ ABCയിലേക്ക് വരുമ്പം AB എന്ന് പറയുന്നത്, ABയില് BD എന്ന് പറഞ്ഞാൽ 2 കിട്ടി, AD എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം 2√3 കിട്ടി, AC എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം 2√6 കിട്ടി. അപ്പൊ എല്ലാ സൈഡും കിട്ടിയിട്ടുണ്ട്. So we got all the sides of the triangle as BC. നോക്കി പറഞ്ഞ BC എത്രയാണ്? 4 സെന്റിമീറ്റർ. AC എത്രയാ? 2√6 സെന്റിമീറ്റർ. AB എത്രയാ? AB എങ്ങനെ കിട്ടുന്നത്? AD + BD, അതായത് 2 + 2√3 അല്ലേ? ഇത്രയും കാര്യങ്ങൾ കിട്ടി. നമ്മുടെ ചോദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കലായിരുന്നു. എന്ത് ഈ പെരിമീറ്റർ? ആഡിങ് ഓഫ് 3 സൈഡ്സ്, ദാറ്റ് ഈസ് AB + BC + AC, that is 4 + 2√6 + 2√3 + 2 അല്ലേ? ഇനി എന്ത് ചെയ്യണം? 4ഉം 2 കൂടെ കൂട്ടി നമുക്ക് 6 എന്ന് എഴുതാം. 2√3 2√6 കൂട്ടാൻ പോവാണോ? ഇങ്ങനെ കൂട്ടാൻ പറ്റുമോ? ഇല്ല, കൂട്ടാൻ പറ്റത്തില്ല. അപ്പൊ 2√3 + 6 + 2√6 എന്ന് വരും. വേണം നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. 6നെ നമുക്ക് ഒന്നും ചെയ്യണ്ട. 2√3 2√6 നോക്കിയേ, കോമൺ ആയിട്ട് ആരെ എടുക്കാം? 2 എടുക്കാം. ബ്രാക്കറ്റിനുള്ളിൽ എന്ത് വരും? √3 + √6 എന്ന് വരും. അങ്ങനെ ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. കുറച്ചും കൂടെ സിംപ്ലിഫൈഡ് ഫോം എന്ന് പറയുമ്പോൾ ഇതാ. അപ്പൊ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ഈസ് 6 + 2 times √6 + √3 സെന്റിമീറ്റർ. നമ്മളപ്പം പെരിമീറ്റർ കണ്ടുപിടിച്ചു. Now we need to find the area of this triangle. And what is the area of a triangle? Correct. Half into base into height. Here എപ്പോഴും ഹൈറ്റ് എന്തായിരിക്കണം? പെർപെൻഡിക്കുലർ ഹൈറ്റ് ആയിരിക്കണം. സോ പെർപെൻഡിക്കുലർ ഹൈറ്റ് വരുന്ന ബേസ് ആണല്ലോ സൈഡിനെ നമ്മൾ ബേസ് എന്ന് വിളിക്കുക. സോ ലുക്കിംഗ് അറ്റ് ദിസ് ഫിഗർ, ക്യാൻ യു ടെൽ മീ വിച്ച് ഇസ് ദ ബേസ് ആൻഡ് ഹൈറ്റ്? കറക്റ്റ്. AB will be the base and CD will be the height. So half into AB into CD. അല്ലാതെ നമുക്ക് BC ആണ്, എപ്പോഴും BC ആണെന്നൊന്നും പറയാൻ പറ്റില്ല. പെർപെൻഡിക്കുലർ ഹൈറ്റ് വരുന്ന അതിന്റെ എൻഡ് 90 ഡിഗ്രി കട്ട് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ സൈഡ് ആയിരിക്കും നമ്മുടെ ബേസ് എന്ന് പറയാം. And that is half into, what is AB? 2 + 2√3 into what is CD? 2√3. And ഇനി നോക്കിക്കേ, ഈ ഹാഫ് ഇൻറ്റു 2 + 2√3 നോക്കുക. അതിൽ 2 + 2√3 നമുക്ക് 2നെ കോമൺ എടുക്കാമല്ലോ. അപ്പൊ എന്താ വരിക? 2 കോമൺ വരും. സോ ഹാഫ് ഇൻറ്റു 2 times 1 + √3 into 2√3 എന്ന് വരും. നമുക്ക് ഈ 2 ഉം 2 കൂടെ ക്യാൻസൽ ചെയ്ത് കളയാലോ അല്ലേ? മിച്ചം എന്നാ ഉണ്ട്?
1 plus root 3 times 2 root 3. And using or opening the bracket, what will we get? 2 root 3 plus 2 root 3 into root 3. What is root 3 into root 3? Root 9 എന്ന് വരും അല്ലേ? That is 2 root 3 plus 2 root 9 എന്ന് വരും. That is 2 root 3 plus, what is root 9? 3. അപ്പോൾ 2 into 3 എന്ന് വരത്തില്ലേ? വരും. So 2 root 3 plus 6. ഇനി സിംപ്ലിഫൈ ചെയ്യാനുണ്ടോ? ഇല്ല. വേണം നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം, പക്ഷെ വേണ്ട. 2 കോമൺ എടുക്കാം, അങ്ങനെ ചെയ്യാം. പക്ഷെ 2 root 3 plus 6 വരെ നിൽക്കട്ടെ. So area of the triangle we got as 2 root 3 plus 6 centimeter square. And this is the answer for this question. Now let's move to the next one. Find square root of 48 minus square root of 27. How will you find this? First of all, we will consider square root of 48. Split it as a product of a square to square number, perfect square and another one. And what is that? Correct. Square root of 16 into 3. And we split this as square root of 16 into square root of 3. And what is this? Correct. Square root of 16 4 ആണ്. അപ്പോൾ 4 into root 3. Writing it together as 4 root 3. And root 27 is? Correct. Square root of 9 into 3. Splitting it as square root of 9 into square root of 3. And we will get 3 root 3. And on subtracting these two, what we need to do? We will subtract 4 root 3 and 3 root 3. And we get 4 root 3 minus 3 root 3. And that is 4 root 3 minus 3 root 3. Root 3 common എടുക്കാം. എന്നിട്ട് 4 minus 3. 4 minus 3 is 1. So 1 into root 3. We can simply write it as root 3. So the answer is square root of 48 minus square root of 27 is 3, or square root of 3. And this is our answer. And this is a homework question for you. All of you do it by yourself, and we will discuss the answers in the next class. In this class also, we have discussed some problems. So all of you go through the problems once again, do it by yourself, and then do the homework. And let's discuss all the answers in the next class. Thank you and have a nice day.